രാജ്യത്തെ സ്വർണ്ണ വെള്ളി വിപണിയിൽ നിർണായക മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ 15 പ്രമുഖ ബാങ്കുകൾക്ക് സ്വർണവും വെള്ളിയും വിദേശത്ത് നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി. 2026 ഏപ്രിൽ 1 മുതൽ 2029 മാർച്ച് 31 വരെയുള്ള 3 വർഷത്തേക്കാണ് ഈ അനുമതി. രാജ്യത്തെ സ്വർണം വെള്ളി വിപണിയിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, ആക്സിസ് ബാങ്ക് തുടങ്ങി 15 പ്രമുഖ ബാങ്കുകൾക്ക് സ്വർണവും വെള്ളിയും വിദേശത്തു നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ 2029 മാർച്ച് 31 വരെയുള്ള 3 വർഷത്തേക്കാണ് ഈ അനുമതി. പട്ടികയിലുള്ള ബാങ്കുകളിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, റഷ്യൻ ബാങ്കായ സ്ബർബാങ്ക് എന്നിവയ്ക്ക് സ്വർണം മാത്രമേ ഇറക്കുമതി ചെയ്യാൻ അനുവാദമുള്ളൂ. മറ്റുള്ള ബാങ്കുകൾക്ക് വെള്ളിയും ഇറക്കുമതി ചെയ്യാം. നേരത്തെ സർക്കാർ വിജ്ഞാപനം വൈകിയതിനാൽ ബാങ്കുകൾ സ്വർണം ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇത് വിപണിയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. അതിന് പിന്നാലെ ഇറക്കുമതി നിയന്ത്രിച്ചതിനാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ലഭ്യത കുറയുമെന്നും അതുവഴി വിലക്കയറ്റമുണ്ടാകുമെന്നും ആശങ്ക പരന്നിരുന്നു. ഇതോടെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകളുടെ ഓഹരി വിലയിൽ വലിയ ഇടിവാണുണ്ടായത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, വളം എന്നിവയുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര കമ്മി കുറയ്ക്കാനും രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനുമാണ് സ്വർണ്ണ ഇറക്കുമതിയിൽ സർക്കാർ ജാഗ്രത പുലർത്തുന്നത്. 2025 ഇന്ത്യയിലെ സ്വർണ്ണ ആവശ്യകത 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 710.9 മെട്രിക് ടണ്ണിലെത്തിയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകൾക്ക് സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്യാൻ RBI അനുമതി നൽകിയിട്ടുണ്ട്. HDFC, ICICI, ആക്സിസ്, ഫെഡറൽ ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, കൊടക് മഹീന്ദ്ര, കരൂർ വൈശ്യ, യെസ് ബാങ്ക്, RBL തുടങ്ങിയ സ്വകാര്യ ബാങ്കുകൾക്കും RBI അനുമതിയുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.